പള്ളുരുത്തി ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായത്. ആ വിവാദം ഉണ്ടാക്കിയത് സത്യത്തിൽ അത് തിരികൊടുത്തത് പൂഞ്ഞാറുകാരനായ ഒരു വർഗീയവാദിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഓർക്കുന്നു, ഈ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് അവിടുത്തെ PTA പ്രസിഡന്റ് ആയിരുന്നയാള് എന്നോടൊപ്പം കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ സിസ്റ്റേഴ്സിനെ ചില മുസ്ലിം സംഘടനക്കാർ ആക്രമിച്ചു, ആ സിസ്റ്റേഴ്സിന് പരിക്ക് പറ്റി. എന്താ കാര്യം? അവിടെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂള് ആ റോഡിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ, ചില മുസ്ലിം സംഘടനകൾ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് പരിശോധിക്കാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഒരു മുസ്ലിം സംഘടനയും ആയിരുന്നില്ല. CPM-ന്റെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന്റെ പേര് 38 വർഷമായി ആ സ്കൂളിന്റെ പേരാണ് ആ റോഡിലിട്ടിരുന്നത്. 40 വർഷം മുമ്പ് കല്ലിച്ചിറ റോഡ് എന്നാണ് ആ സ്കൂളിന്റെ പേരുണ്ടായിരുന്നത്. ആ കല്ലിച്ചിറ റോഡ് എന്നുള്ള പേര് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ എറണാകുളം കോർപ്പറേഷനിൽ സമ്മർദ്ദം ചെലുത്തുകയും കോർപ്പറേഷനിൽ LDF-ന്റെ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനാണ്. അവിടെ നിന്നും ആ റോഡിന്റെ പേര് വീണ്ടും കല്ലിച്ചിറ റോഡാക്കണമെന്ന് തീരുമാനമെടുക്കുകയും അതിനുശേഷം ആ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആ ബോർഡ് നീക്കം ചെയ്യാൻ അവിടെ ചെന്നപ്പോ അവിടുന്ന് സിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഇത് കോടതിയിൽ കേസ് പോയി, കോടതിയിൽ നിൽക്കുന്ന കേസാണ്, ഇത് മാറ്റാൻ പാടില്ല, ഇത് നോക്കണം. 40 വർഷമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ പേരിട്ട് എന്താ ആർക്കാണ് പ്രശ്നം? അവിടുത്തെ വാർഡ് കൗൺസിലർക്കും അവിടുത്തെ CPM പറഞ്ഞു. പക്ഷെ അവിടെ അന്നത്തെ PTA പ്രസിഡന്റ് പറഞ്ഞത് അവിടെ മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടത് പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പോ അവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം നമ്മൾ കണ്ടു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി അവിടെ ഹിജാബ് ധരിച്ചു എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം അത് ചോദ്യം ചെയ്യാൻ ആ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ ചെന്നപ്പോ അവിടെയും മുസ്ലിം സംഘടനകൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ PTA പ്രസിഡന്റ് പ്രചരണം കൊടുക്കുകയും നമ്മുടെ പൂഞ്ഞാറിൽ നിന്നുള്ള BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പുതിയ വൈസ് പ്രസിഡന്റ് അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തെ തകർക്കാൻ മതതീവ്രവാദികളുടെ ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ പ്രസ്താവന ഇറക്കുകയും അത് വിവാദം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ആളുകളെല്ലാം ശ്രദ്ധിച്ചു എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. എറണാകുളത്തിന്റെ MP അദ്ദേഹം സ്ഥലത്തിൽ അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ചെന്നപ്പോ നിസ്സാരമായ കാര്യം അദ്ദേഹം പറഞ്ഞ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. ആ പ്രശ്നം അദ്ദേഹം പരിഹരിച്ച് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ചില പ്രസ്താവനകൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദമായി. ഏതായാലും അങ്ങനെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു വീണ്ടും അവിടെ പ്രശ്നമായി. ഇപ്പൊ ഏതായാലും ആ കുട്ടി അവിടെ നിന്ന് TC വാങ്ങിച്ച് പോവുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇത് എത്തിച്ചത് ഇവിടെ BJP-യുടെ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയമായിരുന്നു എന്ന് അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലം 35 വർഷമാണോ PC-യുടെ വിലയത് 35 വർഷക്കാലം പൂഞ്ഞാറിലെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഈ ഈരാറ്റുപേട്ട പ്രിയപ്പെട്ട ആളുകളുടെ വലിയ പിന്തുണയോടുകൂടി അദ്ദേഹം MLA-യുമായി ചീഫ് വിപ്പൊക്കെ ആയി. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഈരാറ്റുപേട്ടക്കാർ കൊണ്ടുവരാത്ത ആളുകളായി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ആളുകളെ മുഷിപ്പിച്ചു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം നിരന്തരമായി അദ്ദേഹം ശ്രമിക്കുന്നത് കേരളത്തിലൊരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സംഘടന ഉണ്ടാക്കുവാൻ, അതിലൂടെ രാഷ്ട്രീയം ഉണ്ടാക്കുവാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പുത്രനും BJP വഴി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു മൂവാറ്റുപുഴയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹം അതിനും ഒരു വർഗീയതയുടെ കഥ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത് അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു വിഷയം പറഞ്ഞത് നമുക്കറിയാം. അത്തരത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറയാൻ യാതൊരു യോഗ്യതയില്ലാത്തയാണ് ഷോൺ ജോർജ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. ആ സ്ത്രീയെ ക്രിസ്ത്യാനിയായി വിവാഹം കഴിച്ച ആളാണ് ഇപ്പോൾ മതം മാറി വിവാഹം ചെയ്യുന്നത് നിരോധിക്കണമെന്ന് ഇവിടെ ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഞാൻ ഇന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പാലായിൽ ശ്രദ്ധിച്ചപ്പോൾ നമുക്കറിയാം, പാല ചാവറ ഹൈസ്കൂളിലാണ് എന്റെ കുട്ടി പഠിക്കുന്നത്. അവിടെ 50ഓളം കുട്ടികൾ ഹിജാബ് ധരിച്ചാണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ്, ഹിജാബ് ധരിച്ചാണ് അവിടെ പഠിക്കുന്നത്. ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ഇവിടെ ആനക്കല്ല് സെന്റ് ആന്റണീസ് സ്കൂൾ, അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളും അവിടെ
ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആർക്കും യാതൊരു കംപ്ലൈന്റും ഇല്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ്, അതോടൊപ്പം തന്നെ നമ്മുടെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അതിലെല്ലാം ഉപരി നമ്മുടെ അരിമത്ര സെന്റ് ജോർജ് കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള അവിടെയും കുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ പോകുന്നു. എന്നെ അധ്യാപകൻ പറഞ്ഞ ഇട ദിവസങ്ങളിൽ യൂണിഫോം ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞ അടിച്ചുകൊണ്ട് വരുന്നു. ഞങ്ങൾക്ക് പ്രശ്നമില്ല, വരണം തോന്നി എന്നെ പറഞ്ഞെടുത്ത മുഖംമൂടിയല്ല പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നൈറ്റ് പോലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനെ ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല, ചോദിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പാലായിലെ ഒരു പ്രധാനപ്പെട്ട മത നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാലാ രൂപതയ്ക്കോ കാഞ്ഞിരപ്പള്ളി രൂപതയിലോ ഇത്തരത്തിലൊരു പ്രശ്നവുമില്ല. ആ ഓരോ കുട്ടികളും അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും ഇപ്പോൾ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് തെറ്റാണ് എന്ന് തന്നെയാണ് എന്നോട് അദ്ദേഹം പറയുകയുണ്ടായത്. ഏതായാലും ഈ നിലപാട് ഇത് നമുക്ക് നമ്മുടെ കോട്ടയത്തോ പാലായിലോ അല്ലെങ്കിൽ പൂഞ്ഞാറിലോ ഇല്ല എന്ന് വേണ്ട എന്ന് നമുക്ക് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിന് പറയേണ്ടത്. അതൊരു സംഭവം നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ പറയും, എറണാകുളത്ത് സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ അവിടെ ബോധപൂർവം നമ്മൾ PTA പ്രസിഡന്റ് വരെ NDAയുടെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ഷോൺ ജോർജിനെ വിളിച്ചു വരുത്തി ഇല്ലാത്ത പ്രശ്നങ്ങളെ കുത്തിപ്പൊക്കിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടി അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നാൽ എന്താണ് അവിടെ പ്രശ്നം? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കോട്ടയം ജില്ലയിൽ കേരള സംസ്ഥാനത്തുടനീളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ നിരവധിയായ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തുന്നുണ്ടല്ലോ. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഈ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJPയുടെ ഒരു തന്ത്രമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുള്ളൂ. ഇത് അവസാനിപ്പിക്കണം. ഇതിനെ അവസാനിപ്പിക്കാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഹൈന്ദവ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി കൊന്തയിട്ടോടി എന്നാൽ ഊരാൻ പറയുമോ? പറയില്ല, പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് എന്നാൽ എന്താ കുഴപ്പം? ഊരണമെന്ന് പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെയല്ലേ ഞാൻ പറഞ്ഞ ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ശബരിമലയ്ക്ക് പോകാനായി ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാര വിദ്യാർത്ഥി മാറിയിട്ട് വന്നാൽ ആർക്കാണ് അതിനെ എതിർക്കേണ്ട കാര്യം? അല്ലെങ്കിൽ ഒരു ദിവസം ആ ശബരിമലയ്ക്ക് പോകാനുള്ള വേഷം അണിഞ്ഞു വന്നാൽ ആർക്കാണ് പ്രശ്നം? പക്ഷേ ഇവിടെ ബോധപൂർവ്വം ഞാൻ പറഞ്ഞ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട്, ക്രൈസ്തവ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്ഭവ കേന്ദ്രം അത് ഈ ഈരാറ്റുപേട്ടയും പൂഞ്ഞാറുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് തുടങ്ങിയവിടത്ത് തന്നെ അവസാനിപ്പിക്കുന്നതാണ്. ഇത് ഈ തരത്തിൽ വർഗീയത വളർത്തിക്കൊണ്ട് ഇവിടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലതെന്ന് മാത്രമേ തൃണമൂൽ കോൺഗ്രസിന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയുടെ നയമെന്താ? എല്ലാ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് എല്ലാ മതങ്ങൾക്കും അവരുടേതായ അവകാശം, ഇന്ത്യൻ ഭരണഘടന നൽകിയിരുന്ന അവകാശമുണ്ട്. ക്രൈസ്തവന് ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്. ഹൈന്ദവന് ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുവാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്. മുസൽമാന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്. പക്ഷേ അതിനെ അനാവശ്യമായി വളച്ചൊടിച്ചുകൊണ്ട് എല്ലാം വർഗീയതയായി ചിത്രീകരിക്കുന്നത് നമ്മുടെ നാടിന് വലിയ വിപത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാമൂഹ്യ വിപത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഈ പൂഞ്ഞാറിലെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കണമെന്നാണ് ഈ അവസരത്തിന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു സ്കൂള്, ആ സ്കൂൾ മാനേജ്മെന്റിന് അവിടെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അവിടെ ആ യൂണിഫോമിനോട് ചേർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹിജാബ് ധരിക്കുന്നതിന് ആർക്കും തടസ്സമില്ല. അല്ലെങ്കിൽ ഇത് കേരളത്തിലുടനീളം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒറ്റ സ്കൂളിൽ ഈ പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ മാത്രം ഈ ഒരു സംഭവം ഉണ്ടായത്, ഇത് കേരളത്തിൽ ഇത്രയും വിവാദമായത്, ചർച്ചയായത് എന്നതിനെ കുറിച്ച് ഇവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തണം. മനഃപൂർവ്വം ബോധപൂർവ്വം ഇത്തരത്തിലൊരു വിഷയം അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ചില ആളുകൾ, അവിടുത്തെ PTA പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ NDAയുടെ ഭാരവാഹിയാണ്. ആ PTA പ്രസിഡന്റ് ആരെ ആദ്യം വിളിച്ചത്? അല്ലെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റിന് അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചറിയിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അറിയിച്ചില്ല? മാത്രമല്ല അവരുടെ മേലധികാരികളെ അറിയിക്കാമായിരുന്നല്ലോ ഈ വിഷയത്തിൽ ഇടപെടണം, ഇതിനൊരു പ്രശ്നമുണ്ട്, ഇത് പരിഹരിക്കണമെന്ന്. അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മേലധികാരികളെ അറിയിച്ചാൽ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ, ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഗവൺമെന്റ് ഇടപെട്ട് ആ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമായിരുന്നു എന്നിരിക്കെ
ഞാൻ പറഞ്ഞല്ലോ, ബോധപൂർവം അവിടെ ആ കുട്ടിയെ മാറ്റി നിർത്തി. അതിനുശേഷം സ്വാഭാവികമായ ഒരു കുട്ടിയെ ഇറക്കി അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റിയില്ലെങ്കിൽ അതിന്റെ മാതാപിതാക്കൾ ചെല്ലും, അവരുടെ ബന്ധുക്കൾ ചെല്ലും, സുഹൃത്തുക്കൾ ചെല്ലും, സ്വാഭാവികം. പക്ഷേ അവിടെ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ ആളുകളുടെ ഇടപെടലുകൊണ്ട് അവിടുത്തെ മാനേജ്മെന്റ് തെറ്റിദ്ധരിപ്പിച്ചു. അവര് സ്കൂൾ നടത്താൻ നിർവാഹമില്ലാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് എഴുതി അത് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച് 2 ദിവസം സ്കൂൾ അടച്ചിട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു ചെറിയ പ്രശ്നത്തിന് പേരിൽ ആ കുട്ടികളെ അല്ലെങ്കിൽ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടി 2 ദിവസം അല്ലെങ്കിൽ അവർ തടഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഹിജാബ് ധരിച്ച വിദ്യാർത്ഥി ആ കുട്ടിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേദന ഉണ്ടാക്കേണ്ട സാഹചര്യമില്ലായിരുന്നു. ഇതൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെറ്റായ പ്രവണതകൾ നേതൃത്വം കൊടുക്കുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം പ്രസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയതയെ പ്രോത്സാഹിക്കുന്നവരെ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചുട്ട മറുപടി കൊടുക്കുവാൻ ഈ ഈരാറ്റുപേട്ടയിലെ ജനാധിപത്യ വിശ്വാസികൾ, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വരും ദിവസങ്ങൾ സജീവമായി രംഗത്തുണ്ടാവണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.